Second example for the application of Ampere's law to find the magnetic field is the case of a solenoid, a long solenoid. Solenoid എന്ന് പറഞ്ഞാൽ ഒരു വയർ സർക്കുലർ ഷേപ്പിൽ വൂണ്ട് ചെയ്തിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു സ്ട്രക്ചറിനാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. സോ ഈ പ്രോബ്ലത്തിന് നമ്മൾ രണ്ട് ഭാഗമായിട്ടാണ് അനലൈസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഫൈൻഡ് ദി മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്സൈഡ് ദി സോളിനോയിഡ് ആൻഡ് സെക്കൻഡ് ഇസ് ദി മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദി സോളിനോയിഡ്. സോ ഔട്ട്സൈഡ് ദി സോളിനോയിഡ്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം വേണ്ടത് ആംപീരിയൻ ലൂപ്പ് ഡിഫൈൻ ചെയ്യാണ് വേണ്ടത്. ഹിയർ വി ഡിഫൈൻ ദി ആംപീരിയൻ ലൂപ്പ് ആസ് എ റെക്ടാങ്കുലർ ലൂപ്പ് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ദി സോളിനോയിഡ്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ EFGH എന്നുള്ള റെക്ടാങ്കുലർ ലൂപ്പാണ് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ദി solenoid. Now apply Ampere's law. Ampere's law is closed line integral B dot dl is equal to, ഇവിടുത്തെ ലൈൻ ഇൻ്റഗ്രൽ നമ്മൾ പെർഫോം ചെയ്യുന്നത് ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ പെർഫോം ചെയ്യുന്നത് ഈ റെക്ടാങ്കുലർ ലൂപ്പിലാണ്. ഈ റെക്ടാങ്കുലർ ലൂപ്പിനെ 4 സെഗ്മെൻ്റായിട്ട് നമുക്ക് തിരിക്കാം. E to F, FG, GH ആൻഡ് HE 4 സെഗ്മെൻ്റായിട്ട് തിരിച്ചു. ദാറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് μ0 I enclosed. μ0 I enclosed. What is I enclosed here? I enclosed is the total current enclosed by the Amperean loop. So this Amperean loop, rectangular loop, is completely outside the solenoid. Current പോകുന്നത് സോളിനോയിഡിൽ കൂടെ വയറിൽ കൂടെയാണ്. സോ ഈ ലൂപ്പിൽ കൂടെ ഒരു കറണ്ടും പോകുന്നില്ല. സോ റൈറ്റ് ഹാൻഡ് സൈഡ് is 0. I enclosed is 0 here. Now the second and fourth integrals, line integral എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഫ്രം F to G. ഇവിടെ ലൈൻ ഇൻ്റഗ്രൽ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ഈ ഡയറക്ഷനിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇനി HE വരുമ്പോഴോ അതേ മാഗ്നിറ്റ്യൂഡ്. ഇതിലെ ഓരോ സെഗ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ, ഇവിടെ ഒരു സെഗ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ സൈഡിൽ നമുക്കൊരു സെഗ്മെൻറ്റ് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഇവിടുത്തെ ലൈൻ സെഗ്മെൻറ്റ് ഇങ്ങോട്ടായിരുന്നെങ്കിൽ ഇവിടെ വരുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എത്രയാണോ അതേ സ്ട്രെങ്ത് തന്നെയായിരിക്കും ഇവിടെ. അപ്പോൾ ഇവിടെയുള്ള എല്ലാ സെഗ്മെൻറ്റിലും ലൈൻ എലമെൻറ്റിൻ്റെ ഓരോ സെഗ്മെൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇവിടെ ഒരു സെഗ്മെൻറ്റ് ഉണ്ട്. അതുകൊണ്ട് ഇൻ്റഗ്രൽ F to G is the same and opposite to integral E to H. അപ്പോൾ അത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യാണ്. സോ ദി സെക്കൻഡ് ആൻഡ് ഫോർത്ത് ഇൻ്റഗ്രൽസ് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആൻഡ് ദേ ക്യാൻസൽസ്. ഇനി ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ഇൻ്റഗ്രൽ മാത്രം, ഫസ്റ്റ് ആൻഡ് തേർഡ് ഇൻ്റഗ്രൽ മാത്രമാണ് വരുന്നത്. ഫസ്റ്റ് ഇൻ്റഗ്രലിൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ B dot dl. ഫസ്റ്റ് ഇൻ്റഗ്രൽ നോക്കുക, B dot dl. ഇനി ഇവിടുത്തെ ബിയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ബിയുടെ ഡയറക്ഷൻ വരുന്നത് മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ കറണ്ട് ഈ ഡയറക്ഷനിലാണ് വരുന്നതെങ്കിൽ, ഫിംഗേഴ്സാണ് കറണ്ട് എങ്കിൽ തമ്പാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. സോ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ പറയുന്നത് ഈ ഒരു ഡയറക്ഷനാണ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷനാണ്. ഇനി ഇൻ്റഗ്രൽ E to F നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഇവിടുത്തെ ഒരു ലൈൻ സെഗ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഈ ലൈൻ സെഗ്മെൻറ്റ് DLഉം Bയും പാരലലാണ്. ഓക്കെ. So first integral E to F, B and DL are parallel. So B dot DL is B into DL. ഓക്കെ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവർ ആൻറ്റി പാരലാണ്. ഇവിടുത്തെ ഒരു സെഗ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടും ലൈൻ എലമെൻറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനുമാണ്. അപ്പോൾ ഒരു ആൻറ്റി പാരലാണ്. സോ 180 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ അവിടെ ഒരു നെഗറ്റീവ് സൈൻ വരുന്നേ ഉള്ളൂ. സോ B dot DL ഈസ് മൈനസ് B DL ആണ് വരുന്നത്. ഇനി ഇവിടെ നിന്ന് ഇവിടെ വരെ ഇതെല്ലാം ഫിക്സഡ് ഡിസ്റ്റൻസിലാണ്. ഇവിടെ എല്ലാം മാഗ്നറ്റിക് ഫീൽഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് A ആണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ആക്സിസിൽ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് A ആണെന്ന് വെച്ചാൽ ഈ പോയിന്റുകളെല്ലാം A ഡിസ്റ്റൻസിലാണ് വരുന്നത്. കാരണം അതുകൊണ്ട് തന്നെ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡുകളെല്ലാം സെയിം ആണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ് ദി ഇൻ്റഗ്രൽ. അപ്പോൾ ഈ സെഗ്മെൻറ്റ് ഇൻ്റഗ്രൽ E to F B dl. B dl എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് B ഇൻറ്റു DL. B dot DL ഈസ് B dl. B dl cos 0. ഈ സെഗ്മെൻറ്റിൽ വരുമ്പോൾ ഇവിടുത്തെ B dl എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് സൈൻ വരും, മൈനസ് B dl. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അവിടെ ഇൻ്റഗ്രേഷൻ വരുന്നത്. ഇനി മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഞാൻ അതിനെ പുറത്തെടുക്കുകയാണ്. ഇനി ഇവിടെ വരുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ ഞാൻ BA എന്ന് വിളിക്കുകയാണ്. A ഡിസ്റ്റൻസിൽ ഉള്ള മാഗ്നറ്റിക് ഫീൽഡുകൾ BA എന്ന് വിളിക്കുന്നു. ഈ സൈഡിൽ വരുന്ന മാഗ്നറ്റിക് ഫീൽഡിലെ BB എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ ഇൻ്റഗ്രേഷൻ E to F ആകുമ്പോൾ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് BA ആണ്. സോ BA ഈസ് ടേക്കൺ ഔട്ട്സൈഡ് ഇൻ്റഗ്രൽ DL. ദെൻ ഈ സൈഡ് വരുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. സോ മൈനസ് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് BB ആണ്, അത് കോൺസ്റ്റൻ്റ് ആണ്. സോ BB ഈസ് ടേക്കൺ ഔട്ട്സൈഡ് ഇൻ്റഗ്രൽ DL. റൈറ്റ് ഹാൻഡ് സൈഡിൽ ആംപിയേഴ്സ് ലോ അനുസരിച്ച് I enclosed to 0 ആണ്. നൗ ഇൻ്റഗ്രൽ DL എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണ്? L എന്ന് വിചാരിക്കാം. സോ ഇൻ്റഗ്രൽ DL ഈസ് L. BA L മൈനസ് BB, അതും ഇൻ്റഗ്രൽ DL സെയിം ആണ്, L. ദാറ്റ് is equal to 0. So L cancels and I can write BA is equal to BB.
അതായത് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എത്രയാണോ അത് തന്നെയായിരിക്കും ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്. നൗ വി ആർ ടേക്കിംഗ് ആൻ എക്സ്ട്രീം കേസ്. ഇഫ് വി ടേക്ക് ബി ടെൻസ് ടു ഇൻഫിനിറ്റി. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ്. അതായത് ഈ റെക്ടാങ്കുലർ ലൂപ്പ് ഇതിൻ്റെ ഈ സൈഡ് ഞാൻ അങ്ങോട്ട് റൈറ്റ് ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുപോവാണ്, ഇൻഫിനിറ്റിയിലോട്ട് കൊണ്ടുപോവാണ്. സോ എന്ത് പറ്റും? നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡുകളെല്ലാം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ആണ്. ചിലപ്പോൾ സ്ക്വയർ ആയിരിക്കും, ചിലപ്പോൾ ചില എക്സാമ്പിളിൽ നമ്മൾ കണ്ടായിരുന്നു എനിവേ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ്. അപ്പോൾ ആസ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി, നമ്മൾ ഫാർ ഫീൽഡ് സോഴ്സ് ഇവിടെ നിന്നാണ് പിടിക്കുന്നത്. നമ്മൾ ഇൻഫിനിറ്റിയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിൻറ്റിൻ്റെ ഡിസ്റ്റൻസ് കൂടുന്തോറും മാഗ്നറ്റിക് ഫീൽഡ് കുറഞ്ഞു വരും. അങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഫീൽഡ് എത്രയായിരിക്കും? ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഫീൽഡ് 0 ആണ്. അപ്പോൾ മിക്കവാറും മാഗ്നറ്റോസ്റ്റാറ്റിക്സിലും ഇലക്ട്രോസ്റ്റാറ്റിക്സിലെയും ഒരു ബൗണ്ടറി കണ്ടീഷനായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു കാര്യമാണ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഫീൽഡ് 0 ആവുന്നുള്ള കാര്യം. ഇപ്പോൾ ബി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ റെക്റ്റാങ്കിളിൻ്റെ ഈ ആംബിയൻ ലൂപ്പിൻ്റെ ഈ സൈഡ് ഞാൻ ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ അത് 0 ആയിരിക്കും. സോ ബി ഈസ് ഈക്വൽ ടു 0 വെൻ ബി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇനി ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു ബി എ ഈസ് ഈക്വൽ ടു ബി ബി. ഏത് പോയിൻ്റ് ആയാലും ഈ റെക്റ്റാങ്കുലർ ലൂപ്പ് ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണോ അത് തന്നെയാണ് ഇവിടെ. ഇനി ഇത് ഞാൻ കുറച്ചുകൂടി നീട്ടി വരച്ചാലും ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണോ ഇവിടെ തന്നെ ആ ഫീൽഡ് തന്നെയാണ് ഇവിടെ. ഇനി കുറച്ചും കൂടി നീട്ടി അങ്ങനെ ഇൻഫിനിറ്റിക്ക് കൊണ്ടുപോയാൽ ഇൻഫിനിറ്റിയിലെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണോ അത് തന്നെയാണ് എ എന്നുള്ള പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ്. ഇൻഫിനിറ്റിയിലെ മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എ എന്ന് പറയുന്ന പോയിന്റിലെ ഫീൽഡും 0 ആണ്. അതായത് ഇവിടെയും 0 ആണ്, ഇവിടെയും 0 ആണ്, ഇവിടെയും 0 ആണ്, എല്ലായിടത്തും 0 ആണ്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്സൈഡ് എ സോളിനോയിഡ് ഈസ് 0. ബി ഔട്ട്സൈഡ് എ ലോങ് സോളിനോയിഡ് ഈസ് 0. ദാറ്റ് ഈസ് ദ കൺക്ലൂഷൻ. ഒരു ലോങ് സോളിനോയിഡ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പുറത്ത് മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സെക്കൻഡ് പാർട്ട് ഇൻസൈഡ് ദി സോളിനോയിഡ്. സോ ദിസ് ടൈം അഗൈൻ കൺസിഡർ എ റെക്ടാങ്കുലർ ആംബിയൻ ലൂപ്പ്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഹാഫ് ഇൻസൈഡ് ആൻഡ് ഹാഫ് ഔട്ട്സൈഡ് ആയിട്ട് വരുന്ന ഒരു റെക്ടാങ്കുലർ ആംബിയൻ ലൂപ്പാണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നൗ ഒരു പാരാമീറ്ററും കൂടെ നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. ലെറ്റ് എൻ ബി ദി നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. ഒരു മീറ്ററിൽ എത്ര ഈ സോളിനോയിഡിന് എത്ര ലൂപ്പുകളുണ്ട്, എത്ര ടേൺസ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു നമ്പറാണ് എൻ എന്നുള്ളത്. എൻ ഈസ് ദി നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. ഒരു മീറ്ററിൽ എത്ര ലെങ്ത് ഉണ്ട്, മീറ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ. നൗ ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഐ എൻക്ലോസ്ഡ് ഡിഫൈൻ ചെയ്യണം. ഐ എൻക്ലോസ്ഡ് ഈസ് ദി ടോട്ടൽ കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദി ആംബിയൻ ലൂപ്പ്. ഈ ആംബിയൻ ലൂപ്പിൽ എത്ര കറണ്ട് പോകുന്നുണ്ട്? അപ്പോൾ ഈ ആംബിയൻ ലൂപ്പ് ശ്രദ്ധിക്കുക, നമ്മൾ ഇതിനെ ഇങ്ങനെയാണ് ടേൺ ചെയ്യുന്നത്, ഇങ്ങനെ ടേൺ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു വയർ ഇവിടെ നിന്ന് ഈ ലൂപ്പിനെ ക്രോസ് ചെയ്യുന്നു, പിന്നെ വീണ്ടും ഇവിടെ പോയിട്ട് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുന്നു, പിന്നെ ഇവിടെയും ക്രോസ് ചെയ്യുന്നു. അപ്പോൾ എത്ര തവണ ഇത് ക്രോസ് ചെയ്യുന്നുണ്ടോ ഇനി ഈ ലൂപ്പിൽ കൂടെ പോകുന്ന കറണ്ട് ഐ ആണ്. അപ്പോൾ സെയിം കറണ്ട് ഐ ആണ് ഇവിടെ പോകുന്നത്. വീണ്ടും അടുത്ത ടേണിലും ഐ കറണ്ട് പോകുന്നു, അടുത്ത ടേണിലും ഐ കറണ്ട് പോകുന്നു. അപ്പോൾ ടോട്ടൽ കറണ്ട് ആംബിയൻ ലൂപ്പ് എത്രയുണ്ട്? ഐ പ്ലസ് അങ്ങനെ എത്ര ടേൺസ് ഉണ്ടോ അത്രയും തവണ കറണ്ട് പോകുന്നുണ്ട്. കുറച്ചും കൂടി ഡിഫൈൻഡ് ആയിട്ട് അതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ കറണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ വയർ ലൂപ്പ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് കറണ്ട് ഇവിടെ നിന്ന് ഉള്ളിലേക്ക് പോവാണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ അത് ഉള്ളിലേക്ക് പോവാണ്, ലെഫ്റ്റിൽ അത് പുറത്തേക്ക് വരാണ്, എമർജ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെയാണ് അത് ലൂപ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആംബിയൻ ലൂപ്പിൽ എത്ര ടേൺസ് ഉണ്ടെന്ന് വെച്ചാൽ അത്രയും ഐ ആയിരിക്കും ആ ലൂപ്പ് വഴി പോകുന്നത്. ഇപ്പോൾ ഈ എക്സാമ്പിൾ വരച്ചതനുസരിച്ചാണെങ്കിൽ 1 2 3 4 ഐ ആയിരിക്കും അതിൽ കൂടെ പോകുന്ന ടോട്ടൽ കറണ്ട് ഐ എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പാരാമീറ്റർ ഇതാണ്. എൻ ഇസ് ദി നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. ഇതിൻ്റെ ലെങ്ത് ഞാൻ എച്ച് എന്ന് മാർക്ക് ചെയ്താൽ എത്ര ലൂപ്പുകളുണ്ടാവും, എത്ര ടേൺസ് ഉണ്ടാവും? അതിൽ എൻ ടൈംസ് എച്ച് ടേൺസ് ആയിരിക്കും ഉണ്ടാവുക. എൻ എച്ച് ടേൺസ്, ദിസ് മച്ച് ടേൺസ്. ഇനി ഓരോ ടേണിൽ കൂടെയും സെയിം കറണ്ട് ഐ ആണ് ഫ്ലോ ചെയ്യുന്നത്. സോ ദ ടോട്ടൽ കറണ്ട് ഈസ് എൻ എച്ച് ഓർ നമ്പർ ഓഫ് ടേൺസ് ഇൻ ടു കറണ്ട്. സോ ദാറ്റ് ഈസ് ഐ എൻക്ലോസ്ഡ്. Now apply Ampere's law to this rectangular loop. Closed line integral B dot dl. നേരത്തെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തതുപോലെ 4 സെഗ്മെൻ്റ് ആയിട്ട് നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. അതിൽ ഈ വരുന്ന സെഗ്മെൻറ്റ് ഹൊറിസോണ്ടലായിട്ട് വരുന്ന സെഗ്മെൻറ്റ് ഇവിടെ വരുന്ന ഇൻ്റഗ്രൽ അത് തന്നെയായിരിക്കും ഇവിടെ വരുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അത് രണ്ടും ക്യാൻസൽ ചെയ്തു പോകും. പിന്നെ നമുക്ക് ഈ സൈഡുമാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇനി ഇവിടെ ഇതിന് പാരലലായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഈ സൈഡിലെ മാഗ്നറ്റിക് ഫീൽഡും ഈ സൈഡിലെ മാഗ്നറ്റിക് ഫീൽഡുകളും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതും നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസിനെ എ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു, ഇവിടെ വരെ നേരത്തെ മാർക്ക് ചെയ്ത പോലെ തന്നെ ബി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. സോ ബി എ മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആണ്. സോ ബി എ ഇൻ്റഗ്രൽ ഡി എൽ മൈനസ് ബി ബി ഇൻ്റഗ്രൽ ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ 0 എൻ എച്ച് ഐ, ദാറ്റ് ഈസ് ഐ എൻക്ലോസ്ഡ്.
ദാറ്റ് ഈസ് ബി എ എച്ച്. ഇൻ്റഗ്രൽ ഡി എൽ ഈസ് ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഇതിനെ നമ്മൾ എച്ച് എന്ന് വിളിച്ചെങ്കിൽ ഇൻ്റഗ്രൽ ഡി എൽ ഈസ് എച്ച്. എച്ച് മൈനസ് ബി ബി എച്ച് ഇസ് ഈക്വൽ ടു mu0 n h I. Now what is BB? BB is the magnetic field at this point. What is the magnetic field outside the solenoid? That we already derived. Magnetic field outside the solenoid is 0. So BB is equal to 0 outside the solenoid. So BA is equal to mu0 ni. Inside the solenoid a point. So BA is equal to mu0 nhi. So here this h and h cancels and we will get BA is equal to mu0 ni. So inside the solenoid vector notation എഴുതാണ് ഞാൻ BA എന്നുള്ളത് മാറ്റുന്നു. ഇൻസൈഡ് ദ സോളിനോയിഡ് B is equal to mu0 ni. ഇനി ഡയറക്ഷൻ എന്താണ്? ഡയറക്ഷൻ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഇങ്ങനെയാണ് കേൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഫിംഗേഴ്സ് ഇങ്ങനെയാണ് കേൾ ചെയ്യുന്നതെങ്കിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇതാണെങ്കിൽ തമ്പിൻ്റെ ഡയറക്ഷനാണ്. ഇവിടെ ഞാൻ വെറുതെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് എക്സ് ക്യാപ്പ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. ഈ ഡയറക്ഷനാണ് എക്സ് ക്യാപ്പ് എങ്കിൽ ആ ഡയറക്ഷനായിരിക്കും നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ സോളിനോയിഡിൻ്റെ പ്രോബ്ലം നമുക്ക് വളരെ ഈസി ആയിട്ട് ആംബിയേഴ്സ് ലോ ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നു. രണ്ട് രീതിയിലാണ്. റെക്ടാങ്കുലർ ലൂപ്പ് ഔട്ട്സൈഡ് കാണാനായിട്ട് റെക്ടാങ്കുലർ ലൂപ്പ് കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇൻസൈഡ് കാണാനായിട്ട് ഹാഫ് ഇൻസൈഡ് ആൻഡ് ഹാഫ് ഔട്ട്സൈഡ് സോളിനോയിഡ് ആയിട്ട് റെക്ടാങ്കുലർ ആംബിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇനി ഇൻസൈഡ് ദ സോളിനോയിഡ് നമുക്ക് രണ്ട് സ്പെഷ്യൽ കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഒന്ന്, B is equal to mu0 ni. mu0 constant, n number of turns per unit length, I is the current, steady current. Everything is constant. സോ ഡിസ്റ്റൻസിൻ്റെ ഒരു ടേം വരുന്നില്ല. ആറോ റേഡിയസോ എയോ ബിയോ അങ്ങനെ ഒരു പാരാമീറ്റർ ഇവിടെ വരുന്നില്ല. സോ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഡിസ്റ്റൻസ്. ഈ സോളിനോയിഡിൻ്റെ ഉള്ളിൽ എല്ലായിടത്തും മാഗ്നറ്റിക് ഫീൽഡ് സെയിം ആയിരിക്കും. ഇവിടെ എന്താണോ അതെല്ലാം മാഗ്നറ്റിക് ഫീൽഡുകൾ സെയിം ആയിരിക്കും. ബി ഈസ് കോൺസ്റ്റൻറ്റ് വിത്തിൻ ദ സോളിനോയിഡ്. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു സോളിനോയിഡിൻ്റെ ഉള്ളിൽ ഒരു ഐഡിയൽ കേസിൽ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് വേണമെങ്കിൽ ഒരു സോളിനോയിഡിൻ്റെ ഉള്ളിലെ ഫീൽഡ് കോൺസ്റ്റൻറ്റ് ആയിട്ട് എടുക്കാം. രണ്ടാമത്തത്, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പാരലൽ ടു ദി ആക്സിസ്. എക്സ് ക്യാപ്പിന് പാരലൽ ആയിട്ടാണ് വരുന്നത് സോളിനോയിഡിൽ വരുന്നത്.